യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെന്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെന്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എന്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എന്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ.
യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 31 വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? നല്ലതുപോലെ ഹൃദയത്തെ സ്പർശിക്കുന്നൊരു വാക്യമാണത്. ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു ക്ഷണമായി, നമ്മോടുള്ള ഒരു ആഹ്വാനമായി തന്നെ നാം അത് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ആരും പുറത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ആരും അന്യരായി നിൽക്കേണ്ട ആവശ്യമില്ല, ആരും അകന്നു നിൽക്കേണ്ട ആവശ്യമില്ല. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിന് പുറത്ത് നിൽക്കുന്നു? സ്നേഹത്തിൻ്റെ ഒരു വിളിയാണത്, സ്നേഹത്തിൻ്റെ ഒരു ക്ഷണമാണത്. അത് അകത്തേക്ക് വരുവാൻ വിളിക്കുകയാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം നാം ചിന്തിച്ചു വരികയായിരുന്നു. ഒന്ന്, അതിൽ ഒരു ഡെഡിക്കേഷൻ്റെ ഉദാഹരണമുണ്ട്. 2, അതിൽ അബ്രഹാമിൻ്റെ ഡെഡിക്കേഷൻ, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ സമർപ്പണത്തിൻ്റെ, ജീവിതത്തിലെ ദൈവസന്നിധിയിലുള്ളതായ തീരുമാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. 2ാമതായി ദാസൻ്റെ ജീവിതത്തിലെ ഡിവോഷൻ, ദാസൻ്റെ എലിയാസാറിൻ്റെ ജീവിതത്തിലെ ഡിവോഷൻ്റെ ഉദാഹരണമുണ്ട്. യജമാനോടുള്ളതായ ഭക്തിയുടെ, മാത്രമല്ല തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു വ്യക്തമായ ബോധ്യത്തിൻ്റെ ഉദാഹരണം ഡിവോഷൻ. 1 ഡെഡിക്കേഷൻ, 2 ഡിവോഷൻ. 3 റിബേക്കയുടെ ജീവിതത്തിലെ തീരുമാനത്തിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. സമർപ്പണം, തീരുമാനം, എടുത്തതായ ഡിസിഷൻ, എടുത്തതായ സമർപ്പണത്തിൻ്റെ തീരുമാനം. എബ്രഹാംസ് എക്സാമ്പിൾ ഓഫ് ഡെഡിക്കേഷൻ, സെർവൻസ് എക്സാമ്പിൾ ഓഫ് ഡിവോഷൻ, ആൻഡ് റിബേക്കാസ് എക്സാമ്പിൾ ഓഫ് ഡിസിഷൻ. ഡെഡിക്കേഷൻ, ഡിവോഷൻ, ഡിസിഷൻ. ഈ 3 വാക്കുകളെ കൊണ്ട് ഈ അധ്യായത്തെ നമുക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പക്ഷേ ഓർക്കുമായിരിക്കും. ദാസൻ ദൂരയാത്ര ചെയ്ത് ഒട്ടകങ്ങളോടുകൂടി അങ്ങ് ഹാരാനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതായ യാത്രയാണത്. ഹാരാനിൽ എത്തിച്ചേർന്നു. കിണറ്റരികിൽ വെച്ച് കന്യകയെ കണ്ടു, റിബേക്കയെ കണ്ടു. റിബേക്കയെ കൈകൾക്ക് വളയിടിവിച്ചു, മൂക്കിൽ പൊന്മൂക്കുത്തി അണിയിച്ചു. ഇവൾ തന്നെയാണ് എൻ്റെ യജമാനൻ്റെ ഏകജാതനുള്ള മണവാട്ടിയെന്ന് ദാസന് മനസ്സിലായി. എലിയാസാർ, അങ്ങ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോഴുണ്ട് ലാബാൻ ഓടി വരുന്നു. അതുപോലെ റിബേക്ക ആടുകളെ നോക്കിക്കൊണ്ട് വരുമ്പോൾ ഇന്ന് ഒരു പ്രത്യേകത കണ്ടു ലാബാൻ സഹോദരിക്ക്. ലാബാൻ്റെ സഹോദരിയാണ് റിബേക്ക. അവൾ ഇവിടെ നിന്ന് ആടുകളെയും കൊണ്ട് മേയ്ക്കുവാൻ പോയതുപോലല്ല ഇപ്പോൾ തിരികെ വരുന്നത്. എന്തോ ഒരു പ്രത്യേകത. എന്താണാവോ? അവളുടെ മുഖത്തേതോ ഒരു പ്രത്യേക പ്രസന്നത, അവളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം. മുഖത്തെ ഭാവം മാത്രമല്ല,
അവളുടെ കൈകളിൽ വളകൾ, അവളുടെ മൂക്കിൽ പൊന്മൂക്കുത്തി. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവളിവിടുന്ന് പോയത്. ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് അവൾ വരുന്നത്. ലാബാൻ കൗതുകത്തോടെ നോക്കി. ലാബാനോട് അവൾ പറഞ്ഞു ഉണ്ടായതെല്ലാം, സംഭവിച്ചതെല്ലാം. ഒരു ആഠ്യത്വമുള്ള മനുഷ്യൻ വീടിൻ്റെ അരികത്തുള്ള കിണറ്റരിയിൽ വന്നുവെന്നും അവൾ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കോരി കൊടുത്തുവെന്നും ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്തുവെന്നും റിബേക്ക സഹോദരനോട് വിവരിച്ച് പറഞ്ഞു. ലാബാൻ ഓടിയിറങ്ങി വന്നു. വീടിന് പുറത്ത് നിൽക്കുന്ന ഈ ദാസനോട് ലാബാൻ വളരെ സ്നേഹത്തോടെ മാടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക. എന്തിന് പുറത്ത് നിൽക്കുന്നു? അകത്തേക്ക് ക്ഷണിക്കുകയാണ്, അകത്തേക്ക് വിളിച്ച് ആനയിക്കുകയാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക, എന്തിന് പുറത്ത് നിൽക്കുന്നു? ഞാൻ ബാല്യപ്രായത്തിൽ ഈ കഥാഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ വളരെ സന്തോഷിച്ചൊരു വാക്യമാണത്. കാരണം അന്നെനിക്ക് ആത്മീയമൊന്നും അറിഞ്ഞുകൂടാ. ഞാനന്ന് മാനസാന്തരപ്പെട്ടിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ അന്ന് തറഞ്ഞു കയറി. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക, എന്തിന് പുറത്ത് നിൽക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ലാബാൻ ഏലിയാസാറിനോട് പറയുന്ന വാക്കുകളാണത്. ഏലിയാസാറിനോട് പറഞ്ഞ ആ വാക്കുകളിൽ അതിലുണ്ട് ഒരു വലിയ സ്നേഹത്തിൻ്റെ ആഹ്വാനം. ഏലിയാസാർ ആരാണെന്ന് അന്ന് ചെറുപ്പത്തിൽ എനിക്കറിഞ്ഞുകൂടാ. അബ്രഹാമിൻ്റെ ദാസനാണെന്നറിയാം. പക്ഷേ ബൈബിളിൽ ഏലിയാസാർ ആരെ പ്രതിനിധീകരിക്കുന്നുവെന്നോ ഏലിയാസാറിൻ്റെ പ്രസക്തി എന്താണെന്നോ ഈ ദാസനുള്ളതായ റോൾ, ദാസനുള്ളതായ പങ്കെന്താണെന്നോ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് ഞാൻ അറിയുന്നു ഈ ദാസൻ ആരെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത്. അബ്രഹാം പിതാവിനെ പ്രതിനിധീകരിച്ച് അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു കന്യകയെ തേടിയാണ്, ഒരു മണവാട്ടിയെ തേടിയാണ് ഈ ദാസൻ വന്നിരിക്കുന്നത്. സ്വർഗീയ പിതാവായ നിത്യപരിശുദ്ധനായ തേജോമയനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരന്, കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മണവാട്ടി സഭയെ ഒരുക്കുവാനായി ഇന്ന് ഈ ഭൂമിയിലൂടെ ഊടാടി നടക്കുന്ന പരിശുദ്ധാത്മാവിനെയാണത് സൂചിപ്പിക്കുന്നത് എന്ന് അന്നെനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അനുഗ്രഹിക്കാനാണ് വരുന്നത്. മണവാട്ടിയെ ഇനിയും ഒരുക്കാനാണ് വരുന്നത്. മണവാട്ടിയെ ഒരുക്കിക്കൊണ്ട് പോകുവാനാണ് വരുന്നത്. മണവാളനങ്ങ് വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങി വരും. വെളിമ്പ്രദേശത്തേക്ക് തൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വരുന്ന മണവാളിന് വേണ്ടി, മണവാട്ടിയെ ഒരുക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി ദാസൻ വന്നിരിക്കുകയാണ്. ഏലിയാസ് വന്നിരിക്കുന്നത് ഇന്ന് മണവാട്ടി സഭയൊരുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ലോകമെമ്പാടും ആത്മാക്കളെ ആദായപ്പെടുത്തുകയും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് ചേർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എഫേസ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും ഇട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു തൻ്റെ സഭയോട് പറ്റിച്ചേരുന്നതായ കാര്യം, സഭ ക്രിസ്തുവിനോട് ഇഴുകിച്ചേരുന്നതായ കാര്യം, സഭയും ക്രിസ്തുവും തമ്മിലുള്ളതായ ബന്ധം. ആരാണ് സഭ? എന്താണ് സഭ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷപ്പെടുന്നവരാണ്, രക്ഷിക്കപ്പെടുന്നവരാണ്, രക്ഷ അനുഭവിക്കുന്നവരാണ് സഭ. പ്രിയപ്പെട്ടവരെ, നമ്മെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി കരുണയുള്ള കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മണവാട്ടിയായി നമ്മെ ഒരുക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
മഹാപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. തേജോമയനായ ക്രിസ്തുവിൻ്റെ, വിശുദ്ധിയുടെ നിറവാകുന്ന ക്രിസ്തുവിൻ്റെ, മഹാപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള വിശുദ്ധി എനിക്കുണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ടതാണ്. ഇവിടെ ലാബാൻ ദൈവദാസനല്ല. ലാബാന് ദൈവത്തെ അറിഞ്ഞുകൂടാ. ലാബാൻ സത്യദൈവത്തിൻ്റെ ആരാധകനുമല്ല. എങ്കിലും ലാബാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഈ ഏലിയാസാറിനെ ക്ഷണിക്കുകയാണ്, ദാസനെ ക്ഷണിക്കുകയാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? ദൈവത്തിന് സ്തോത്രം. യഹോവ എന്നുള്ള പേര് ലാബാൻ കേട്ടിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് സത്യദൈവത്തെ അറിഞ്ഞ് അബ്രഹാം പുറപ്പെട്ടത് ചരിത്രത്തിൽ ലാബാൻ അറിയാം. ലാബാൻ്റെ അപ്പൻ്റെ സഹോദരനായി, ബെഥൂവേലിൻ്റെ സഹോദരനായി ഈ അബ്രഹാം അങ്ങനൊരാൾ ഉണ്ടായിരുന്നുവെന്നും അബ്രഹാം സത്യദൈവത്തെ തിരിച്ചറിഞ്ഞുവെന്നും യഹോവയായ ദൈവത്തിൻ്റെ വചനം കേട്ട് ഇറങ്ങി പുറപ്പെട്ടുവെന്നും കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെടുക എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് ഈ അബ്രഹാം പുറപ്പെട്ടുവെന്നും എല്ലാം ഉള്ള ചരിത്രം ലാബാൻ കേട്ടിട്ടുണ്ട്. ലാബാന് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ പേര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? സ്നേഹിതരെ, നിങ്ങൾക്ക് സത്യദൈവത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കില്ല. അനേകം പേരങ്ങനെയുള്ളവരുണ്ട്. ഈ വചനങ്ങളെ കേൾക്കുന്ന ചിലരെങ്കിലും കൂടുതലൊന്നും ആത്മീയമായ കാര്യങ്ങൾ പരിജ്ഞാനമില്ലാത്തവരാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുകയാണ്. നിങ്ങൾ സ്വന്തമായി നിരൂപിച്ചതല്ല, നിങ്ങൾ പ്രത്യേകിച്ച് കരുതിയല്ല. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുകയാണ്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുവാൻ ലഭിക്കുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് എന്ന് നിങ്ങൾ പക്ഷേ അറിയുന്നില്ലെങ്കിലും, ദൈവത്തിൻ്റെ ജീവനുള്ള ആത്മാവിനെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വാദിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് നിങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്യുക. ഹൃദയത്തിൻ്റെ വാതിലുകൾ നിങ്ങൾ തുറന്ന് കർത്താവായ യേശുവിൻ്റെ ആത്മാവിനെ നിങ്ങൾ വിളിക്കുക. ജീവൻ്റെ ആത്മാവ് നിങ്ങളുടെ മുന്നിൽ തുടിച്ചു കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ആത്മാവ് നിങ്ങളുടെ മുന്നിൽ വാദിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്ന സമയം നിങ്ങൾ നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവം പറയുന്നതായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. എൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. എൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യൻ്റെ മുമ്പിൽ ഒന്ന് വാദിച്ച് കെഞ്ചി നിൽക്കുകയില്ല. എൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യൻ്റെ മുമ്പിൽ വാദിച്ചുകൊണ്ട് നിന്ന് കെഞ്ചി നിന്നിട്ട് മനുഷ്യനെ കൈക്കൊണ്ടില്ലെങ്കിൽ ഞാൻ ഇട്ടേച്ച് പോകുന്നതിന് മടിക്കുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. മനുഷ്യൻ്റെ മുമ്പിൽ അപമാനിതനാകാൻ എൻ്റെ ആത്മാവിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് വാദിച്ചുകൊണ്ട് നിന്നിട്ട്, കെഞ്ചിക്കൊണ്ട് നിന്നിട്ട് മനുഷ്യൻ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മാവ് അപമാനിതനാകും, ഡിസ്ഗ്രേസ്ഡ് ആകും. നോ, ഞാനതിന് സമ്മതിക്കുകയില്ല എന്നാണ് ദൈവം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. ഹോളി ഈവിൾ ആസ് ഹീസ്. അവൻ മുഴുവനും ഈവിളാണ്. മനുഷ്യൻ മുഴുവൻ അശുദ്ധനാണ്. അവൻ്റെ മുൻപിൽ അവനെ വിശുദ്ധീകരിക്കാൻ എൻ്റെ ആത്മാവ് ഒന്ന് വിളിക്കുകയാണ്. അവനെ ഒന്ന് രൂപപ്പെടുത്തുവാൻ എൻ്റെ ആത്മാവ് ശ്രമിക്കുകയാണ്. അവനൊരു മാറ്റം കൊടുക്കുവാൻ എൻ്റെ ആത്മാവ് യത്നിക്കുകയാണ്. ശാന്തിയില്ലാത്ത ജീവിതത്തിലേക്ക് ശാന്തി പകരാൻ എൻ്റെ ആത്മാവ് കടന്നു വരികയാണ്. ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത നൽകുവാനായി എൻ്റെ ആത്മാവ് വരികയാണ്. ഒരിക്കലും നിരൂപിക്കാത്ത മഹാഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തരുവാനായി എൻ്റെ ആത്മാവ് വരികയാണ്. എന്നാൽ നിങ്ങൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ മുന്നിൽ കെഞ്ചി നിന്നിട്ടും നിങ്ങൾ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നത് കേട്ടിട്ടും നിങ്ങൾ മനം തിരിയുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നാശം വരുത്തുകയാണ്.
എൻ്റെ ആത്മാവ് അപമാനിതനായി തിരികെ പോയാൽ ഞാൻ സമ്മതിക്കുകയില്ല. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ, ഹോളി ഈവിൾ ആസ് ഹീസ്. ഐ വിൽ ഗിവ് ഹിം 120 years to mend his ways. അവൻ്റെ വഴികളെ നേരെയാക്കാൻ ഒരു 120 കൊല്ലം ഞാൻ അവൻ അനുവദിക്കുകയാണ്. ഒരു ചെറിയ ആയുഷ്കാലം അവന് കൊടുക്കുകയാണ്. ഈ ആയുഷ്കാലം മുഴുവനും എൻ്റെ ആത്മാവ് വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മലയാള ബൈബിളിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ എൻ്റെ ആത്മാവ്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ. അവൻ ജഡം തന്നെയല്ലോ. എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. അതെ, ശരിയായി അത് വേണ്ട വിധത്തിൽ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ അത് കാണുന്നത് ഇങ്ങനെയാണ്: മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ, ഹോളി ഈവിൾ ആസ് ഹീസ്. ഐ വിൽ ഗിവ് ഹിം 120 years to mend his ways. അവൻ്റെ വഴികളെ നേരെയാക്കാൻ ഒരു ചെറിയ ആയുഷ്കാലം ഞാൻ അവന് കൊടുക്കുകയാണ്. ഈ ആയുഷ്കാലം അവൻ്റെ മുമ്പിൽ നിന്ന് വാദിക്കുന്ന ആത്മാവിനെ അവൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടം അവനാണ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വചന ശുശ്രൂഷയിൽ കൂടെയും നിങ്ങളോട് വാദിക്കുകയാണ്. എന്തിനു വേണ്ടി വാദിക്കുന്നു? നിങ്ങളെ അനുഗ്രഹിക്കാനാണ് വാദിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വന്ന് പ്ലീഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്ലീഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്വസ്ഥത തരാനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനേകം അസ്വസ്ഥതകളുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അനേകം അലങ്കോലങ്ങളുണ്ട്. അനേകം അഴുക്കുകൾ നിങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഈ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ ഒക്കുകയില്ല. മരണം വന്ന് പടിവാതിക്കൽ മുട്ടുമ്പോൾ, നിങ്ങൾ അമ്പരപ്പിലാകുമ്പോൾ, നിങ്ങൾ അയ്യോ ഞാൻ എന്തു വേണ്ടുമെന്നറിയാതെ നിങ്ങൾ നിലവിളിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒന്നിനും സ്വൈര്യം കിട്ടാതെ സ്വസ്ഥത കിട്ടാതെ നിത്യ അന്ധകാരത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുമല്ലോ. അത് വരാതിരിക്കാൻ എൻ്റെ ആത്മാവ് നിങ്ങളോടിപ്പോൾ ഈ ആയുഷ്കാലത്ത് നിങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ആത്മാവ് അപമാനിതനായി തിരികെ പോരാൻ ഞാൻ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ആയുഷ്കാലം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ നല്ല ആയുഷ്കാലം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നല്ല ആയുഷ്കാലം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഈ നല്ല കാലം, ആത്മാവ് നിങ്ങളോട് വാദിക്കുന്ന കാലം, തിരുവചനം നമുക്ക് സമൃദ്ധിയായി ലഭിക്കുന്ന കാലം, ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന കാലം, ആത്മാവ് കഴിഞ്ഞ കാലങ്ങളെല്ലാം കഴുകിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരികത്ത് വന്ന് വാദിക്കുന്ന കാലം, ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ മേൽ പതിക്കുവാനും നമ്മുടെ മുദ്രയിടുവാനും തിരുരക്തത്താൽ നമ്മെ കഴുകുവാനും നമ്മെ വീണ്ടെടുക്കുവാനും സ്വർഗത്തിൻ്റെ അവകാശം നമുക്ക് തരുവാനും പാപം വിട്ടൊഴിയുവാനുള്ളതായ കൃപ നമ്മുടെ മേൽ പകരുവാനും ബദ്ധപ്പാടോടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിയാം. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഐ വിൽ ഗിവ് ഹിം 120 years to mend his ways. അവൻ്റെ വഴികളെ നേരെയാക്കാൻ ഒരു 120 വർഷം ഞാൻ അവർക്ക് കൊടുക്കുകയാണെന്നാണ് ദൈവം പറഞ്ഞത്. ഒരായുഷ്കാലം, അന്ന് അത് പറഞ്ഞ കാലത്ത് ഏതാണ്ട് ഒരു ആയുഷ്കാലം എന്ന് പറയുന്നത് 120 കൊല്ലമാണ്. നമുക്കിന്നുള്ള ആയുഷ്കാലം എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ചുരുങ്ങിയ കാലമുണ്ട് നമ്മുടെ മുന്നിൽ. ഇത്രയും കാലം നാം ഈ ഭൂമിയിൽ ജീവിച്ചു. ഇപ്പോഴിതാ നാം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ലോകത്തിന് എത്ര കാലമുണ്ട് ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നതെല്ലാം തകിടം മറിയാൻ എത്ര സമയം വേണം? എല്ലാം ആകെ ഇളകി മറിഞ്ഞു പോകാൻ എത്ര സമയം വേണം? ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഭൂമി അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. എല്ലാം തകർന്നു പോകാൻ നിമിഷ നേരം മാത്രം മതി. ഇന്നേക്ക് 2000-ലേറെ വർഷം മുൻപ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതാണ്, ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുമെന്ന്, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്ന്, മിനറൽസും മെറ്റൽസും കത്തി അഴിഞ്ഞു പോകുമെന്ന്, എല്ലാം കത്തി നശിച്ചു പോകുമെന്ന്. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, മൂലപദാർത്ഥങ്ങൾ വെന്തുരുകും, ഭൂമിയും അതിലുള്ള പണികളും നശിച്ചു പോവുകയും ചെയ്യും. ഭൂമി നശിക്കും, എന്തെല്ലാം വെന്തു പോകും, ഭൂമിയുടെ മേലുള്ള പണിപ്പാടുകളെല്ലാം വെന്തു പോകും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുമെന്ന് മാലാഖി പ്രവാചകൻ പറഞ്ഞു. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. പ്രിയപ്പെട്ടവരെ, എല്ലാം കത്തിത്തീരാൻ ഇന്നുള്ള ആറ്റം ബോംബ് മുഴുവനൊന്നും വേണ്ട. ഇന്ന് വിവിധ രാഷ്ട്രങ്ങളുടെ കൈവശമുള്ളതായ ആറ്റം ബോംബിൻ്റെ എത്രയോ ഒരു അംശം മാത്രം മതി ഇന്നത്തെ ലോകം മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, കാലം ഏറെയില്ല.
കാലം തീരാൻ പോവുകയാണ്. അല്ല, നാം ഈ ഭൂമിയിൽ ജനിച്ച് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചല്ലോ, ഇനിയും എത്ര കാലം നമുക്കുണ്ടെന്നാണ് നമ്മുടെ ധാരണ. മരണം പടിവാതിൽക്കൊന്ന് നിൽക്കുന്നതെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? സ്നേഹിതരെ, നിങ്ങളുടെ ശരീരത്തിൽ രോഗാണുക്കൾ കടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കാരെങ്കിലും അറിയാമോ? നിങ്ങളുടെ അരികത്ത് വന്ന് മരണം വന്ന് മുട്ടി നിൽക്കുകയാണെന്ന് വല്ലവരും അറിയുന്നുണ്ടോ? മരണദൂതൻ വന്ന് സമീപിച്ച് നിൽക്കുകയാണെന്ന് ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മനം തിരിയുവീൻ. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിപ്പീൻ. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ. സമയം വൈകിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. സമയം വൈകുന്നതിന് മുൻപ്, നേരം ഇരുളുന്നതിന് മുൻപ് അതിവേഗം ഒരു സങ്കേതസ്ഥാനം കണ്ടെത്തുവീൻ. ഇരുണ്ടുപോയാൽ പിന്നെ നിങ്ങൾ അലഞ്ഞു തിരിയേണ്ടി വരും. ഇരുളിൽ നിങ്ങൾ അലഞ്ഞു തിരിയേണ്ടി വരും. ഇപ്പോൾ നേരം സന്ധ്യ ആയിട്ടില്ല. കാലത്തിൻ്റെ സന്ധ്യയാകുന്നതിന് മുൻപ്, യുഗത്തിൻ്റെ ഇരുൾ വ്യാപിക്കുന്നതിന് മുൻപ് ഇന്ന് നിങ്ങളുടെ അരികത്ത് വന്ന് മുട്ടുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങൾ വിളിക്കൂ. ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾക്കൊന്നും ഗ്രഹിക്കാനും സാധിച്ചിട്ടില്ല, ആത്മീയ നിങ്ങൾക്ക് പരിജ്ഞാനമില്ല, നിങ്ങൾക്ക് വേദപുസ്തകത്തെക്കുറിച്ച് കാര്യമായി അറിവില്ല, എങ്കിലും നിങ്ങൾ വിളിക്കൂ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരുവീൻ. എന്തിന് പുറത്തു നിൽക്കുന്നു? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരുവീൻ. എന്തിന് പുറത്തു നിൽക്കുന്നു? നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനോട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വേണ്ടി തിരുരക്തം ചിന്തിയവനോട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ഒഴുക്കിയവനോട് നിങ്ങൾക്ക് പറയാം. എൻ്റെ നാഥ, ഇത്രയും കാലം വെറുമയിൽ ജീവിച്ചുപോയി, ഇത്രയും കാലം പാഴായി ജീവിച്ചുപോയി, ഇത്രയും കാലം വ്യർത്ഥമായി ജീവിച്ചുപോയി, ഇത്രയും കാലം നാശോന്മുഖമായി ജീവിച്ചുപോയി. എൻ്റെ ദൈവമേ, ഇത്രയും കാലം പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചുപോയി. ഇത്രയേറെ കാലം ഉള്ള ആയുസിൻ്റെ ഈ കാലങ്ങളത്രയും നാഥ വിലകെട്ടതിന് വേണ്ടി ജീവിച്ചുപോയി. വിലയുള്ളതിന് വേണ്ടി ഒന്നും ഞാൻ നേടിയില്ല. വിലയുള്ള ലോകത്തിന് വേണ്ടി ഞാൻ നേടിയില്ല. വിലയുള്ള ആയുസിന് വേണ്ടി നേടിയില്ല. വിലയുള്ള ആത്മാവിന് വേണ്ടി നേടിയില്ല. നിത്യസ്വർഗത്തിന് വേണ്ടി നേടിയില്ല. രക്ഷക, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, നീ പുറത്തു നിൽക്കല്ലേ, നീ അകത്തേക്ക് വരുവീൻ. എൻ്റെ ഉള്ളിലേക്ക് വരുവീൻ. എന്നെ നീ രൂപാന്തരപ്പെടുത്തുവീൻ. എന്നെ നീ വിശുദ്ധനാക്കുവീൻ. എൻ്റെ പാപക്കറകളെ കഴുകുവീൻ. എന്നോട് നീ മനസ്സലിയുവീൻ. എന്നെ നീ നിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കുവീൻ. നിൻ്റെ കൃപയാൽ നിറയ്ക്കുവീൻ. എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കുവീൻ. എന്നെ അനുഗ്രഹിക്കുവീൻ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും ഹൃദയം തുറന്നവരായി, യേശുവിനെ കൈക്കൊള്ളുന്നവരായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എതിരേൽക്കുന്നവരായി എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.